ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മലേഷ്യ വ്ളോഗ് പാർട്ട് 3. അപ്പോൾ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബുക്കിറ്റ് ബെന്താങ് ആണ്. നമ്മുടെ കുലാലംപൂരിലെ ഫുഡ് സ്ട്രീറ്റ് ആണ്. ആൻഡ് ആക്ച്വലി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്കെന്തോ, ഞാൻ അങ്ങനെ ഒത്തിരി അധികം ഫുഡ് വെറൈറ്റീസ് ഒന്നും ട്രൈ ചെയ്യുന്ന ആളല്ല. ഇവിടെ അത്രയും ഈ ഞണ്ടും ക്രാബും അതും ഇതുമൊക്കെയാണ്. അതൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ നേരെ വന്നത് മെയിനായിട്ട് ഒരു സാധനം ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞാണ് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറിയത്, മാംഗോ സ്റ്റിക്കി റൈസ്. പിന്നെ ഈ ഒരു വ്ളോഗിൽ എന്നെ അധികം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, വീഡിയോ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു ഞാൻ. സോ നമ്മൾ ഈ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് മേടിച്ചു. അതിൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു കോക്കനട്ട് മിൽക്ക് അങ്ങനത്തെ ഒരു സാധനമാണ്, എന്തൊക്കെയാണ് ഞാൻ മറന്നുപോയി. പിന്നെ മാംഗോ സ്ലൈസ് ആയിട്ടും ഉണ്ട്. സംഭവം സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും ട്രൈ ചെയ്യുക. നമുക്കൊരിക്കലും ഒരു അയ്യോ ട്രൈ ചെയ്തത് വേസ്റ്റ് ആയിപ്പോയി അങ്ങനൊരു ഫീലിംഗ് വരില്ല. അവളിത് കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞത് മാത്രമേ അവൾക്ക് ഓർമ്മ കാണുള്ളൂ. ബാക്കി ഒരു 4-5 കൈ ഒരുമിച്ച് വന്നിട്ടാണ് അതത്രയും തീർത്തു. പിന്നെ ഇതുപോലെ കട്ട് ഫ്രൂട്ട്സ് മേടിച്ച് കഴിച്ചു. പിന്നെ അങ്ങ് മലേഷ്യ വരെ പോയി പാനിപ്പൂരി വരെ വാങ്ങിച്ച് കഴിച്ചു. അവിടെ നമുക്ക് കണ്ടിഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ മേടിച്ച് കഴിച്ചു. മോമോസ് വാങ്ങി. എല്ലാം നമ്മളിങ്ങനെ ഷെയർ ചെയ്താണ് കേട്ടോ കഴിച്ചത്. കാരണം എല്ലാം കൂടെ ഒരാളായിട്ട് വാങ്ങുന്നതിനേക്കാളും ഇങ്ങനെ വാങ്ങി കഴിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാനും ഒക്കെ പറ്റും. ഞാൻ ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ഈ ഒരു സാധനം ഇതിവിടെയൊക്കെ കിട്ടും. അവിടെ ചെന്നപ്പോൾ ടിറാമിസു ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇവിടെ നിന്ന് അത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും പോയതല്ലേ കഴിക്കാൻ വെച്ചു. നൈസാണ് കേട്ടോ സാധനം. അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. ബട്ട് സ്റ്റിൽ ആ ഒരു ചോക്ലേറ്റും ആ ഒരു വേഫർ പോലത്തെ ലെയറാണ് അതിനിടയ്ക്ക്. അതിൻ്റെ എക്സാക്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വാസ് ഗുഡ്. നല്ലൊരു സാധനം. ഒരുപാട് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് കുലാലംപൂർ എത്തിയാൽ ബുക്കിറ്റ് ബെന്താങ്. അവിടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്, ആൻഡ് മോസ്റ്റ് ഓഫ് ദം ഈ ഒരു സീ ഫുഡ് പോലെ നമ്മൾ പറയുന്ന സ്ക്വിഡ്, ക്രാബ്, ഓയിസ്റ്റേഴ്സ് അങ്ങനെയുള്ള കാര്യമാണ്. ഓയിസ്റ്റർ ചെയ്ത് നമ്മുടെ മിസ്റ്റർ ബീനിലെ ഓയിസ്റ്റർ. പിന്നെ ഈ ഒരു സാധനം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞത് പാമ്പിൻ്റെ ഫ്രൈ ആണെന്ന്. അതാണ് ആ എക്സ്പ്രഷനായിട്ട് ഞാൻ പോകുന്നത്. പക്ഷേ അല്ല ഗൈസ്, ചിക്കൻ. ഇവനാണ് എന്നെ പറ്റിച്ചത്, പക്ഷേ ചിക്കനായിരുന്നു. ആൻഡ് ദെൻ നമ്മൾ അവിടുന്ന് എനിക്ക് തോന്നുന്നൊരു 8:30-9 മണി വരെയോളം നമ്മളവിടെ ഉണ്ടായിരുന്നു. ദെൻ അവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്ന് കോഫി കുടിച്ചു അതിനിടയ്ക്ക്. ആൻഡ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒരു ഹോട്ടലിലേക്ക് വന്നു. ഇവിടെ വരുമ്പോൾ ശരിക്കും നമുക്കൊരു ഇന്ത്യയിൽ വന്ന ഫീലാണ്. മൊത്തം ജോയ് ആലുക്കാസും മലബാർ ഗോൾഡും ഒക്കെ തന്നെയാണ്. മൊത്തത്തിലൊരു ഇന്ത്യൻ മയം. അതാണ് കുലാലംപൂർ ടവർ. നമ്മളവിടെ പോകുന്നുണ്ട്. നമ്മളപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോയില്ല. അവിടുന്ന് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം കുറച്ചടുത്ത് തന്നെയാണ്. എം ഗ്രിൽ എന്നുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഞങ്ങളെല്ലാവരും കൂടെ നേരെ അവിടേക്ക് പോയി അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. ഫുഡിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ആൻഡ് ദെർ വാസ് ദിസ് സേമിയ പായസം. അത് അടിപൊളിയായിരുന്നു. അവരുടെ പായസം ഒരു രക്ഷയില്ല. നമുക്ക് കൂടുതലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരുന്നു ഫുഡ്. നമ്മൾ അവിടുന്ന് എന്നും നൈറ്റ് അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ റൂമിലേക്ക് പോയി. ബൈ.